ഇന്ന് നല്ലൊരു മീൻകറി റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന സ്ഥിരം ഒരു മീൻകറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. 3 ചെറിയ ഉള്ളി ചേർക്കുക, അതിൻ്റെ കൂടെ അരമുറി തേങ്ങ, അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് അതൊരു ചട്ടിയിലോട്ട് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം കേട്ടോ, എന്നാൽ നല്ല കറി ചെയ്യുമ്പോഴത്തേക്ക് നല്ല കുറുകി കിട്ടും ആ തക്കാളി. അതിൻ്റെ കൂടെ 4 പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഞാൻ കഴുകി വെട്ടി വൃത്തിയാക്കിയ ചാള മീനാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിർത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ എൻ്റെ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ പുളി ചേർത്തത്. എനിക്ക് എപ്പോഴും മാങ്ങ തന്നെ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ മീൻ കറി. കറിവേപ്പില ഇല്ലാതെ ഒരു കറി എനിക്കില്ല, വാരി വിതറിഞ്ഞ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് വെന്ത് നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ചേക്കുവാണ്. അപ്പം നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു അര ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടെ ചേർത്ത് തവി വെച്ച് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുക. അല്ലേ ഒരുപാടിട്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പം നമ്മുടെ കറി താണ്ട ചെറിയ തീയിലൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.